സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത ക്യാമ്പസുകളിൽ സ്റ്റുഡന്റ് ഇന്നോവേറ്റേഴ്സിന് ഓൺട്രപ്രണർഷിപ്പിൽ മികച്ച ഗൈഡൻസും എക്സ്പീരിയൻസും നൽകുക എന്ന ലക്ഷ്യത്തോടെ ചാനലയാൻ.com നടപ്പിലാക്കുന്ന ഐആം സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ എന്ന ക്യാമ്പസ് ലേണിംഗ് പ്രോഗ്രാമിന് കൊല്ലം ജില്ലയിലെ UKF എഞ്ചിനീയറിംഗ് കോളേജിൽ തുടക്കമായി. രാജ്യത്ത് ആദ്യമായി ഓട്ടോമേഷനിലൂടെ പ്രൊഫഷണൽ ബിൽഡിംഗ് സൊല്യൂഷൻസും ബിൽഡിംഗ് ഡിസൈനിൽ വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് അവതരിപ്പിക്കുകയും ചെയ്ത ബിൽഡ് നെക്സ്റ്റിന്റെ ഫൗണ്ടറും സിഇഒയുമായ ഗോപി കൃഷ്ണൻ സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്പ് സാധ്യതകളെക്കുറിച്ചും അവസരങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളോട് വിശദീകരിച്ചു. ഫണ്ടിങ് എവിടുന്ന് വരുന്നതിനെ കുറിച്ചോ ഈ പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യുന്നത് വരെ ആക്ച്വലി വർക്ക് ചെയ്യുന്ന ഒരു സാധനം വരെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കില്ല. നിങ്ങൾ ആകെ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഒരാൾക്കൊരു ഗുണം ഉണ്ടാവുമോ. നമ്മൾ പഠിച്ച സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അത് ഇപ്പോൾ ഉള്ളതിനേക്കാളും ബെറ്ററായിട്ട് ഈ ഒരു പർട്ടിക്കുലർ സിനാരിയോയിൽ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ബെറ്ററായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഈ എന്തെങ്കിലും ഒരു സാധനത്തിന് നിങ്ങൾ എന്ത് സാധനത്തിലാണോ വർക്ക് ചെയ്യുന്നത് അതിലുണ്ടാക്കാൻ പറ്റുമോ. ഇത് ഈ പറയുന്ന റോബോട്ടിക്സിനോ വെർച്വൽ റിയാലിറ്റിക്കോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ ഇത്രയും വലിയ സാധനങ്ങളൊന്നും ചിലപ്പോൾ ആയിക്കൊള്ളണമെന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻസ് വരെ നമുക്ക് ഒരുപാട് നല്ല സൊല്യൂഷൻസ് ഇങ്ങനെ നമ്മൾ ആലോചിക്കുന്നത് വെച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സർക്കാർ ജോലി രാജിവെച്ച് സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്ന ചാലഞ്ച് ഏറ്റെടുത്ത വേഫർ ചിപ്സ് ഫൗണ്ടർ സോണിയ മോഹൻദാസ് സംരംഭക ജീവിതത്തിലെ റിസ്ക് എന്ന റിയാലിറ്റിയെക്കുറിച്ച് സംസാരിച്ചു. സമൂഹത്തിന് എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്നുള്ളൊരു മനസ്സോടുകൂടി, ആ ഒരു വിഷനോടുകൂടി, ആ ഒരു ഫോക്കസോടുകൂടി നമ്മൾ ആ ഒരു ഐഡിയയെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. പിന്നീട് ഈ ഒരു ഐഡിയയെ നമുക്കൊരു വയബിൾ പ്രോഡക്റ്റ് ആക്കി മാറ്റണം, അല്ലേ? ഞാനിപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ എനിക്ക് ECG ഡിവൈസ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല. ഒരു കോർ ഫൗണ്ടിങ് ടീം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഐഡിയയെ നല്ലൊരു വയബിൾ പ്രോഡക്റ്റ് ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഫൗണ്ടിങ് ടീമിൻ്റെ സ്വരം എന്ന് പറയുന്നത് ഒരേ സ്വരമായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഐഡിയയെ നമുക്ക് നല്ലൊരു വയബിൾ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. UKF കോളേജിലെ ക്യാമ്പസ് അംബാസഡേഴ്സിനെ പരിപാടിയിൽ പരിചയപ്പെടുത്തി. ക്യാമ്പസുകളിലെ ഇന്നോവേഷനുകൾ ഉൾപ്പെടെ അംബാസഡർമാർ സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോയിലൂടെ റിപ്പോർട്ട് ചെയ്യും. ഐ എം സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിലുള്ള വാർത്തകൾ, നിങ്ങൾക്കിടയിലുള്ള ഇന്നോവേഷൻസ്, നിങ്ങൾക്കിടയിലുള്ള ടെക്നോളജിക്കൽ എന്ത് പുതിയ സംഭവങ്ങളാവട്ടെ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുക. അതായത് യു ആർ മേക്കിംഗ് ദി കണ്ടൻറ്റ്. ഒരു സംരംഭകത്തോ ഓൺട്രപ്രണർഷിപ്പോ അല്ല, നിങ്ങൾ ഏത് പ്രൊഫഷണൽ കരിയർ ആഗ്രഹിക്കുന്നവരാവട്ടെ, നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ തുറന്ന കണ്ണോടെ കാണാതെ അടുത്ത ലെവലിലേക്ക് ആർക്കും പോകാൻ സാധിക്കില്ല. നമ്മൾ ഉദ്ദേശിച്ചതും അതുതന്നെയാണ്. ഇത്തരം വാർത്തകൾ നിങ്ങൾ കാണുമ്പോൾ സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ നമുക്കറിയണം. നിങ്ങളിൽ പോലുള്ള ഒരുപാട് കുട്ടികൾ തുടങ്ങിയ സ്റ്റാർട്ടപ്പാണ് ഇന്ന് ആഗോളതലത്തിൽ പ്രശസ്തമായിരിക്കുന്നത്. ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഓൺട്രപ്രണർഷിപ്പ് എന്നൊക്കെ ഉള്ള വലിയ ഹിറ്റ് ലിസ്റ്റ് ഗ്ലാമർ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളൊന്നും അയ്യോ അതൊക്കെ എനിക്ക് പറ്റിയതാണോ ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിന്ന് വൈകുന്നേരം പോയി നിങ്ങളുടെ അമ്മയായിട്ട് ഒരു ചായ കുടിക്കുമ്പോൾ ഒന്ന് ചാറ്റ് ചെയ്താൽ കിട്ടും ഒരു 100 പ്രോബ്ലംസ്. അത് ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ തന്നെ നമുക്ക് ഐഡിയാസ് കിട്ടും. സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഐഡിയ തന്നെ കിട്ടും. കേരള സ്റ്റാർട്ടപ്പ് മിഷനും മേക്കർ വില്ലേജും ഒപ്പം മലയാളിയുടെ രുചിയുടെ ബ്രാൻഡായ ഈസ്റ്റേണും കോവർക്കിംഗ് സ്പേസായ വി സ്പേസും വിപുലമായ ക്യാമ്പസ് നെറ്റ്വർക്കിംഗ് പ്രോഗ്രാമായ ഐആം സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോയ്ക്ക് പിന്തുണ നൽകുന്നു. UKF കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗോപാലകൃഷ്ണ ശർമ്മ, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സുജാത, ഡോക്ടർ സതീകുമാർ, സുമോദ് സുന്ദർ, ലിജോ തുടങ്ങിയവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി.